അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാഹിത്യോത്സവത്തിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഓ ഖുറൈശികളെ, ഓ ബനു ഹാശിം സന്തതികളെ, എല്ലാവരും ഒന്ന് വരൂ. ഞാനീ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ. കഅബയുടെ ഭാഗത്ത് നിന്നും ആരും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ആരാണത്? നമുക്ക് നോക്കാം. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറാണല്ലേ ഇത്? അതെ, ഇത് തന്നെ നമ്മുടെ കഥാപുരുഷൻ, നബി പ്രണയം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച നബി തങ്ങളുടെ ഉറ്റ തോഴൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. യാ റബ്ബ്, ഈ കടുത്ത മുശ്രിക്കുകളുടെ ഇടയിൽ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇനി എന്തും സംഭവിക്കാം. അതാ കലിത്തുള്ളി കണ്ടാ മൃഗത്തെ പോലെ കണ്ണുരുട്ടി വരുന്നു. അല്ലാ, എല്ലാരും കഅബയിലോട്ടാണല്ലോ. കല്ലുകളും വടികളും കൊണ്ട് അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയനാവുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനിടയിൽ കൂർത്ത ആണിയും മുള്ളുമടങ്ങുന്ന ചെരുപ്പ് കൊണ്ട് ആ മുഖത്തേക്ക് ദുഷ്ടനായ ഉത്ബ ആണി ചവിട്ടുന്നു. തൊട്ടപ്പുറത്ത് നിസ്സഹായനായി നിർവികാരനായി നോക്കി നിൽക്കുന്നു പുണ്യ റസൂൽ. അതാ അവിടെ തീർന്നൊരു കല്ല് ചീറി പാഞ്ഞു വരുന്നു. അപ്പോഴേക്കും ശക്തമായ പ്രഹരമേറ്റ് ശരീരം മാംസങ്ങളും ചതഞ്ഞരഞ്ഞ് ബോധം കെട്ടുപോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബോധം വന്നപ്പോൾ തന്റെ വീട്ടിലാണ്. കുടുംബക്കാർ ചുറ്റും കൂടിയിരിക്കുന്നു. എല്ലാവരെയും മാറി മാറി നോക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ല ഇല്ല, തനിക്ക് പ്രിയപ്പെട്ട ആ മുഖം മാത്രം ഈ കൂട്ടത്തിൽ കാണാനില്ല. അതിനിടയിൽ കുടുംബക്കാർ ആരൊക്കെയോ ഒത്തുപോയവളെ ചീത്ത പറയുന്നു. ആ നാശിച്ച മുഹമ്മദാണ് ഇതിനെല്ലാം കാരണം. എവിടെ എവിടെ എന്റെ കൂട്ടുകാരൻ? അവിടത്തേക്ക് വല്ലതും പറ്റിയോ? ബോധം തിരിച്ചു കിട്ടിയ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചോദ്യം കേട്ട് കലിപ്പൂണ്ട കുടുംബക്കാർ ഇറങ്ങിപ്പോയി. ചാവാത്തത് തന്നെ ഭാഗ്യം. കിട്ടിയതൊന്നും അബൂബക്കറിന് മതിയായിട്ടില്ല. വിഡ്ഢി, മൂത്തവരുടെ വാക്കിനെ വില കൽപ്പിക്കാത്ത ഇവനോട് ഇനി എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ശ്രദ്ധിച്ചേയില്ല. തന്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിച്ചു. ഉമ്മ, എന്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയോ? നബി തങ്ങളുടെ നേർക്ക് ഒരു കല്ല് വരുന്നത് ഞാൻ കണ്ടതാ. എന്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഉമ്മ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാവിട്ട് കരഞ്ഞു. ഉമ്മുൽ ഖൈർ അന്തം വിട്ടുപോയി. ഈ അവസ്ഥയിൽ കൂട്ടുകാരനോ? കണ്ണിരൊലിപ്പിച്ചുകൊണ്ട് മോനോട് പറഞ്ഞു, മോനെ, ഇപ്പൊ തളർന്ന് കിടക്കുകയാ. ആദ്യം എന്റെ മോൻ ഇത്തിരി വെള്ളം കുടിക്ക്. ഇല്ല ഉമ്മ, ഇല്ല. എന്റെ കൂട്ടുകാരനെ കാണാതെ ഒരിറ്റ വെള്ളം എന്റെ തൊണ്ടക്കുള്ളിൽ ഇറങ്ങില്ല. എനിക്കിപ്പോൾ നടക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ ചെന്ന് എന്റെ കൂട്ടുകാരനെ അന്വേഷിച്ചേനെ. എനിക്ക് എന്റെ കൂട്ടുകാരൻ ജീവനാണ് ഉമ്മ. എനിക്ക് വേണ്ടി ഉമ്മ ചെയ്തു തരണം. തകർന്നു പോയി. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ? ഇതുവരെ എന്റെ മോൻ എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മരണത്തോടും വല്ലിടുന്ന ഈ നേരത്തെ എന്റെ മോൻ ആവശ്യപ്പെടുന്നത് എങ്ങനെ വേണ്ടെന്ന് വെക്കും? പക്ഷെ എങ്ങനെ ചെയ്യും? ഇതറിഞ്ഞാൽ കുടുംബവും ഗോത്രവും ഞങ്ങളെ ഒറ്റപ്പെടുത്തില്ലേ? പക്ഷേ പുത്രസ്നേഹത്തിന്റെ മുന്നിൽ ഉമ്മുൽ ഖൈർ അടിയറവ് വെച്ചു. ഉമറിന്റെ സഹോദരി ഫാത്തിമയോടൊപ്പം കൂരിരുളിൽ അറക്കമിന്റെ വീട്ടിലേക്ക് നടന്നു. വീടടുത്തപ്പോൾ സകലം മറന്ന് ഹബീബിന്റെ അരികിലേക്ക് ഒരു ഓട്ടമായിരുന്നു. പിന്നെ അവിടെ കണ്ട കാഴ്ച വിവരിക്കാനേ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വികൃതമായ മുഖം കണ്ട് വികാര നിർമ്മലനായി
കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറിവ് മാത്രമേ പറ്റിയുള്ളൂ. അങ്ങക്ക് എന്തെങ്കിലും പറ്റിയോ? അതായിരുന്നു അപ്പോഴത്തെ ചോദ്യം. അവരുടെ സ്നേഹപ്രകടനം കണ്ട് അവിടെ കൂടിയുന്നവരൊക്കെ കരഞ്ഞുപോയി. ആ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഉമ്മുൽ ഖൈറും കരഞ്ഞുപോയി. കൂട്ടുകാരെ, ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. സ്നേഹം കൊണ്ട് വിസ്മയം തീർത്തവർ. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.